ബിസിനസ്സിലായാലും വ്യക്തി ജീവിതത്തിലായാലും പുരോഗതി വലിയൊരു ഫാക്ടറാണ്. വളർച്ച നേടുക എന്നത് മനുഷ്യന്റെ ആത്യന്തിക സ്വഭാവ ഗുണങ്ങളിൽ വേരുറച്ചതുമാണ്. വളരാനും പുരോഗതി കൈവരിക്കാനുമുള്ള മനുഷ്യന്റെ ത്വര തന്നെയാണ് കാലാകാലങ്ങളോളം നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഗതിയും മെച്ചപ്പെട്ട തലങ്ങളിലേക്കുള്ള പ്രയാണവും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യവർഗം പരീക്ഷിച്ചറിഞ്ഞും തിരുത്തിയും പുനഃക്രമീകരിച്ചുമാണ് നാം ഇന്ന് ഈ തലത്തിലെത്തിയിട്ടുള്ളത്. ശാസ്ത്രത്തിന്റെ വളർച്ച അത് നമ്മുടെ ക്രമാനുഗതമായ വളർച്ചയുടെ ചരിത്രത്തെ തന്നെയാണ് കാണിച്ചു തരുന്നത്. വിജയങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക്, പുരോഗതി കാക്ഷിക്കുന്നവർക്ക് സംശീകരിക്കാനുള്ള വിജയമന്ത്രങ്ങളിൽ ഒന്നാണ് കൈസൻ എന്നത്. ജപ്പാനിൽ പുരോഗതി എന്നാണ് അതിന്റെ അർത്ഥം. തുടർച്ചയായ വളർച്ചയെ, പുരോഗതിയെ ധ്വനിപ്പിക്കുന്നതാണ് കൈസൻ എന്നത്. ഒരു സംരംഭത്തിന്റെ മേലെ തട്ട് മുതൽ അങ്ങ് താഴെ തട്ട് വരെ ഈ തിയറി ലക്ഷ്യം വയ്ക്കുന്നു. ഉപയോഗശൂന്യത പരമാവധി കുറച്ച് വേസ്റ്റ് എലമെന്റ്സ് മാക്സിമം ഇല്ലാതാക്കി വളർച്ച കൈവരിക്കുകയും അത് തുടർന്നുകൊണ്ട് പോവുകയും കൈസൻ ഉന്നം വയ്ക്കുന്നു. ഒരർത്ഥത്തിൽ സീറോ ഇൻവെസ്റ്റ്മെന്റ് ഇംപ്രൂവ്മെന്റ് ആണ് ഇത് ലക്ഷ്യമാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ജപ്പാനെ കാര്യമായി ബാധിച്ച കാര്യമൊക്കെ നമുക്കറിയാം. തകർന്ന സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും വ്യവസായ രംഗത്തെ ഉണർത്താനും ജപ്പാൻ ഗവൺമെന്റ് ജാഗരൂകരായിരുന്നു. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഭീമന്മാരായ ടയോട്ടയും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലായിരുന്നു. കൈസൻ തിയറി നടപ്പിലാക്കാൻ ടയോട്ട തീരുമാനിച്ചു. അത്ഭുതകരമായിരുന്നു അതിന്റെ ഫലം. നഷ്ടങ്ങൾ കുറയ്ക്കാനും വളർച്ചയുടെ തോത് ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഇതുകൊണ്ട് ടൊയോട്ടയ്ക്ക് സാധിച്ചു. ആയിരത്തി 1947 അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായ എഡ്വേർഡ്സ് ഡെമിംഗ് ജപ്പാനിലെത്തി. ജപ്പാന്റെ ഉൽപാദന പ്രക്രിയയെ പുനരുജ്ജീവിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും ലക്ഷ്യം വെച്ചായിരുന്നു ഈ യാത്ര. ഒരു പുതിയ സ്ട്രാറ്റജി ഡെമിംഗ് അവതരിപ്പിച്ചു. PDCA സൈക്കിൾ. ലോകമൊട്ടുക്കും ഇന്നും ഈ തിയറി നിലനിൽക്കുന്നുണ്ട്. പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട് എന്നതാണ് PDCA. ജപ്പാനിലെ നൂറുകണക്കിന് എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും മാനേജർമാർക്കും മറ്റ് സംരംഭകർക്കും അദ്ദേഹം ഇതിൽ പരിശീലനം നൽകി. പുതിയൊരു ഉൽപാദന വിപ്ലവത്തിന് ഈ സിദ്ധാന്തം ബീജാവാപം നൽകുകയും ചെയ്തു. കൈസൻ എങ്ങനെയാണ് നേടാനാവുക? അതിനെ സഹായിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. 5S പ്രിൻസിപ്പിൾസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ജപ്പാനിൽ അത് സിരി, സിറ്റൻ, സൈസോ, സൈക്കാറ്റ്സു, ഷിറ്റ്സൂക്ക് എന്ന പേരുകളിലാണ് അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോർട്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈൻ, സ്റ്റാൻഡർഡൈസ് ആൻഡ് സസ്റ്റെയിൻ എന്നിവയിലൂടെയാണ് കൈസൻ അഥവാ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നത്. സോർട്ട്. തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെ, ഓഫീസുകളിലെ, പഠന സ്ഥലങ്ങളിലെ സാധന സാമഗ്രികൾ തരം തിരിച്ചു വയ്ക്കുക എന്നതാണ് ആദ്യത്തേത്. ആവശ്യമില്ലാത്ത വസ്തുക്കൾ നീക്കം ചെയ്യുകയും പ്രയോറിറ്റി കൊടുത്ത് സാധനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക. ഇതിലൂടെ സമയം ലാഭിക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടെത്താം. സ്പേസും ലാഭിക്കാം. സുരക്ഷയെയും ഇത് മെച്ചപ്പെടുത്തും. സെറ്റ് ഇൻ ഓർഡർ. ആവശ്യമായ രീതിയിൽ വസ്തുക്കൾ ക്രമീകരിച്ചു വയ്ക്കുക. പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ക്രമമായി സാധനങ്ങൾ അടക്കി വയ്ക്കുക.
ഷൈൻ തങ്ങളുടെ പ്രവർത്തന മണ്ഡലം ഏറ്റവും ശുചിയോടുകൂടി പരിപാലിക്കുക. തങ്ങളുടെ പ്രവർത്തന ഉപകരണങ്ങൾ, മെഷീനറി തുടങ്ങി എല്ലാം നിത്യേന വൃത്തിയാക്കി വയ്ക്കുക. സ്റ്റാൻഡർഡൈസ്. ആദ്യത്തെ 3 ഘടകങ്ങൾ നടപ്പിലാക്കിയാൽ പിന്നെ വേണ്ടത് പ്രവൃത്തികളെ, നടപടിക്രമങ്ങളെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നതാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എന്നത് ജോബ് സൈക്കിൾ ചാർട്ട്സ്, വിഷ്വൽ ക്യൂസ് അതായത് സൈൻസ്, പ്ലക്കാർഡ്സ്, ഡിസ്പ്ലേ സ്കോർ ബോർഡ്സ്, ചെക്ക് ലിസ്റ്റ്, ഫ്ലോ ചാർട്ട് മുതലായവയാണ്. സസ്റ്റെയിൻ സെൽഫ് ഡിസിപ്ലിൻ. ഓരോരുത്തരും പാലിക്കേണ്ട, പുലർത്തേണ്ട ആത്മനിയന്ത്രണമാണിത്. അതായത് തങ്ങൾ അനുഷ്ഠിക്കേണ്ട, പുലർത്തേണ്ട ദൗത്യങ്ങൾ, കടമകൾ ആരും പറയാതെ തന്നെ ചെയ്യുക എന്നതാണ് പ്രധാനം. സെൽഫ് ഇന്റഗ്രിറ്റിയും സെൽഫ് എസ്റ്റീമും ഒക്കെ ഇവിടെ പ്രധാനമാണ്. ആരുടെയും നിർദ്ദേശമില്ലാതെ, ആരും തങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനില്ലാതെ തന്നെ തങ്ങൾ ചെയ്തു തീർക്കേണ്ട കടമകൾ വ്യക്തമായും സമ്പൂർണമായും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5S പ്രിൻസിപ്പിൾസ് വ്യവസായ സംരംഭങ്ങളിൽ മാത്രമല്ല നമ്മുടെ വ്യക്തി ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ വീട്ടിൽ, പഠനമുറിയിൽ, പബ്ലിക് യൂട്ടിലിറ്റി സ്പേസുകളിലൊക്കെ ഈ സിദ്ധാന്തം പ്രാവർത്തികമാക്കാം. കുറെ കൂടി മെച്ചപ്പെട്ട ഓർഗനൈസ്ഡ് ആയ സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ പബ്ലിക് ഹോസ്പിറ്റലുകൾ, പാർക്കുകൾ, ബസ് സ്റ്റാൻഡുകൾ തുടങ്ങിയ പബ്ലിക് യൂട്ടിലിറ്റി സെന്ററുകളുടെ അവസ്ഥ എന്താണ്? പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവയുടെയൊക്കെ അവസ്ഥ മഹാശോചനീയമായിരിക്കും. പബ്ലിക് ടോയ്ലറ്റിന്റെ അവസ്ഥ പറയാതിരിക്കുന്നതാകുന്ന ട്രെയിൻ, ബസ് തുടങ്ങിയവയും ഈ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വ്യക്തി മൂല്യങ്ങൾ, വ്യക്തിഗത അച്ചടക്കം നമുക്കില്ല എന്നതാണ് അത് കാണിച്ചു തരുന്നത്. നാം എഡ്യൂക്കേറ്റഡ് ആകാം, പക്ഷെ കൾച്ചേർഡ് അല്ല എന്നതാണ് അത് കാട്ടിത്തരുന്നത്. കൈസൻ എന്നത് ഒരു തുടർ സംവിധാനമാണ്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾക്കൊപ്പം സിസ്റ്റത്തെ തന്നെ ഇടയ്ക്കിടെ പുനർക്രമീകരിക്കുകയും നവീകരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക. തമാശ രൂപേണ പറയുന്ന 6 wives and 1 poor husband തിയറി. എന്താണ് ചെയ്യേണ്ടത്? ആരാണ് ചെയ്യുക? എന്തിനാണ് ഇത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? എപ്പോഴാണ് ചെയ്തത്? എവിടെയാണ് ചെയ്യേണ്ടത്? ഇക്കാര്യം വേറെ രീതിയിൽ എന്തുകൊണ്ട് ചെയ്തില്ല? തുടങ്ങിയവയാണ് ആ ചോദ്യങ്ങൾ. വാട്ട് ഈസ് ടു ബി ഡൺ? ഹു ഡസ് ഇറ്റ്? വൈ ഡു ഇറ്റ്? ഹൗ ഈസ് ഇറ്റ് ഡൺ? വെൻ ഈസ് ഇറ്റ് ഡൺ? വേർ ഷുഡ് ഇറ്റ് ബി ഡൺ? വൈ ഈസ് ഇറ്റ് നോട്ട് ഡൺ ഡിഫറെന്റ്ലി? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പുരോഗതി എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അത് ക്രമാനുഗതമായ പ്ലാനിങ്ങിലൂടെ, സിസ്റ്റത്തിലൂടെ, ഇംപ്ലിമെന്റേഷനിലൂടെ ഉണ്ടാകുന്നതാണ്. ഒരു സംരംഭം കെട്ടിപ്പടുക്കാനും തങ്ങളുടെ തന്നെ വ്യക്തി വിജയത്തിനും കുടുംബ വിജയത്തിനും മറ്റും കൈസനെ പോലെയുള്ള തിയറികൾ പിന്തുടരുന്നത് അഭിലഷണീയമായിരിക്കും. സ്വപ്നങ്ങൾ കാണുന്നവർക്ക്, പരിശ്രമിക്കുന്നവർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒന്നും ഈ ലോകത്തിലില്ല. അതിരുകളില്ലാത്ത ആകാശത്തോളം നമുക്ക് വളരാം. വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ ഇവിടെ സ്മരണവ്യമാണ്. ടു ഇംപ്രൂവ് ഈസ് ടു ചേഞ്ച്, ടു ബി പെർഫെക്റ്റ് ഈസ് ടു ചേഞ്ച് ഓഫൺ. പുരോഗതി കൈവരിക്കണമെങ്കിൽ നാം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട്. വിജയിക്കണമെങ്കിൽ ക്രമാനുഗതമായ മാറ്റങ്ങൾക്ക് നാം സ്വയം തയ്യാറാകുകയും വേണം.